ഹായ് ഹലോ റസൂലിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എനിക്ക് കുറേയേറെ സൂപ്പർ ബൈക്സ് ഓടിക്കാനുള്ള ഒരു ചാൻസ്, കുറേയേറെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3 സൂപ്പർ ബൈക്സൊക്കെ ഓടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ വർഷം എന്ത് പവർ പാക്ഡ് വീഡിയോ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ലാസ്റ്റ് ഡേ KTMൻ്റെ വൈറ്റില ഷോറൂം അവരുടെ കുറേ പുതിയ ലോഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ന്യൂ ഇയർ നമുക്കൊരു പവർ പാക്ഡ് വീഡിയോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരെ KTMൻ്റെ വൈറ്റില ഷോറൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് 1290 അഡ്വഞ്ചർ എസ് കാണാൻ സാധിക്കുന്നുണ്ട്. 1290 അഡ്വഞ്ചർസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാം. എൻ്റെ മോനെ, ഇതിൻ്റെ സീറ്റായിട്ട് മാനേജ് ചെയ്യാനായിരിക്കും കൂടുതലും പാടുപെടുന്നത്. പിന്നെ റണ്ണിങ് നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ LC8C, അതായത് ഓൾമോസ്റ്റ് 1290cc എഞ്ചിനല്ലേ. ഓഫ് കോഴ്സ് നമുക്ക് ആ 1290യുടെ സെയിം അഡ്വഞ്ചറിൻ്റെ ആ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സൊക്കെ കാണാൻ സാധിക്കുന്ന DRL, KTMൻ്റെ DRLs, LED. ഇവിടെ റെഡാറിൻ്റെതാണെന്ന് തോന്നുന്നത്. ഇത് റെഡാറിൻ്റെ ടെക്നോളജിയാണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ബ്രേക്കിംഗ് ഒക്കെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള റെഡാറിൻ്റെ ടെക്നോളജി. പിന്നെ ഇത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻസ് ആണ് വരുന്നത്. ഐ തിങ്ക് ഇതിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ പോവുക. ഇത് ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മുടെ KTMൻ്റെ അഡ്വഞ്ചർ, KTMൻ്റെ 890 അഡ്വഞ്ചർ ഇരിപ്പുണ്ട്, ഡ്യൂക്ക് 890 ഇരിപ്പുണ്ട്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തോട്ട് കയറി നോക്കുമ്പോൾ കാണാം നമുക്ക് വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം, ചെക്കൗട്ട് ചെയ്യാം. അഫ്കോഴ്സ് KTMൻ്റെ പുതിയ 250 ഒക്കെ കിടപ്പുണ്ട്, ഗ്ലോസി ബ്ലാക്ക് 250, പുതിയ 200 മറ്റേ അതൊക്കെ നോക്കാം. വേറെ നമുക്കുള്ള ഐറ്റം എന്താ ഇതാണ്, ദ 1390 സൂപ്പർ ഡ്യൂക്ക്. എൻ്റെ മോനെ, ഏത് ഐറ്റം ഇത്! ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. എൻ്റെ ന്യൂ ഇയർ സ്റ്റാർട്ടിങ് എന്തായാലും എനിക്ക് 1390 ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂയോടെ തന്നെ ഒരു അമേസിങ് സ്റ്റാർട്ട് തന്നിട്ടുണ്ട്. ഇത് പിക്ചേഴ്സിൽ കാണുന്ന പോലെയല്ല ഗൈസ്, നേരിട്ട് കാണാൻ എൻ്റെ ഹെഡ്ലൈറ്റ്സ് അത്യാവശ്യം നല്ല നീറ്റാണ്, അത്യാവശ്യം നല്ല അഗ്രസീവ് ലുക്കിങ് തരുന്നുണ്ട്. ഒരു സ്ലീക്ക് ഡിസൈനാണ് ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സിന് കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്റ്റൈൽസൊക്കെ കൊള്ളാം. ബ്രെംബോയുടെ റേഡിയൽ സിലിണ്ടേഴ്സൊക്കെ, ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. ത്രോട്ടിലൊക്കെ എന്ത് തിന്നാൻ നോക്ക്, നല്ല ചെറുതായിട്ടാണ് ഇത് നോക്കി. അത്യാവശ്യം നല്ല ചെറിയൊരു ത്രോട്ടിലാണ്, പക്ഷേ ത്രോട്ടിൽ തിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്, ഒടുക്കത്തെ പവറാണ്. ഈയിടയ്ക്ക് ഞാൻ ഒരു റീല് കണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന ടൈം ഫുൾ ടൈം വീലിയാണ്. ഇതിലേക്ക് ഒരു വീലി മോൺസ്റ്റർ മെഷീനാണിത്. രക്ഷയില്ല ഗൈസ്. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. നമ്മുടെ പുതിയ ഡ്യൂക്ക് 200 വന്നിട്ട് ഞാൻ അത് നോക്കിയില്ലായിരുന്നു, ജസ്റ്റ് അതുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. എന്താ മീറ്റർ കൺസോൾ അപ്ഡേഷൻസ് ആണോ വന്നത്? എൻ്റെ ന്യൂസ് ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. 390 വരുന്ന അതേ മീറ്റർ കൺസോള്. കൊള്ളാം. നമ്മുടെ കൺട്രോൾ സ്വിച്ചസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ബൈക്കിൻ്റെ കംപ്ലീറ്റ് കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ റേഞ്ച്, ബാറ്ററി, ഓക്കെ. ബേസിക് 390 വരുന്നതാണ് അത്. വേറെ നമ്മുടെ ഹുസ്ക്വാറിൻ്റെ സ്വാറ്റ് പില്ലൻ 401, ഇതെനിക്ക് അത്യാവശ്യം ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരു ബൈക്കാണ്. ഇതിൻ്റെ റൈഡിങ് കമ്പാർട്ട്മെൻറ്റേ വേറെ ഒരു ടൈപ്പാണ്. ഇത് പുതിയ മീറ്റർ കൺസോൾസൊക്കെ ചേഞ്ച് കൊണ്ടുവന്ന്, പണ്ട് ഇതല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. എല്ലാത്തിലും ഇപ്പോൾ ഡിജിറ്റൽ മീറ്റർ കൺസോൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കീ സ്വിച്ചൊക്കെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, സീനായിട്ട്. ഇത് കൊള്ളാം. ഈ ടൈപ്പിന് ആദ്യമായിട്ടാണ് കാണുന്നത്, കൊള്ളാം. ഹസാർഡ്, പാസ്, സൈഡ് സ്റ്റാൻഡ് ഇൻഫോ കൊടുക്കുന്നുണ്ട്. ഇതാണ് ടാക്കോമീറ്റർ വരുന്നതിൽ. ഓൾമോസ്റ്റ് 10,000 വരെ, 11,000 റെഡ് ലൈനിങ്. നൈസ്. പിന്നെ പുതിയ ഡ്യൂക്ക് 250 ഗ്ലോസി ബ്ലാക്ക്. 250 ഓൾമോസ്റ്റ് നമ്മുടെ 390 മീറ്റർ കൺസോൾ വന്നപ്പോൾ പക്ക 390. സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതിലും ഈ കിൽ സ്വിച്ച് സാധനം കൊണ്ടുവന്നിരുന്നല്ലേ, കൊള്ളാം. ക്വാളിറ്റി വൈസ് ഒരു രക്ഷയില്ല. പണ്ടത്തെ KTM ഒന്നും അല്ല ഇപ്പോഴത്തെ KTM. ക്വാളിറ്റി വൈസൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പെയിൻറ്റിങ്ങിലായാലും പാർട്സിലായാലും വെൽഡൊക്കെ എന്തോ സീൻ, ഒരു രക്ഷയില്ല. ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലാണ് ഇപ്പോൾ വെൽഡൊക്കെ ഇരിക്കുന്നത്. ഐ തിങ്ക് ഇവർ ടെസ്റ്റ് ഡ്രൈവ് പോവുക.
ഐഡിൽ അത്യാവശ്യം നല്ല ക്വയറ്റാണ്, അത്യാവശ്യം ക്വയറ്റ് തന്നെയാണ്. പക്ഷെ ത്രോട്ടിൽ കൊടുത്ത് അങ്ങോട്ട് മാറുമ്പോൾ അങ്ങ് തുടങ്ങും. Let's see 1290 Adventure, Duke 890, Adventure 890 കൊള്ളാം. You're working or? Yeah, I'm working right now. What vehicle you wanted to test drive? 890. 890 Duke. Your number is 39. They're gonna call you. Oh, okay. Done. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് പുളിച്ചക്കന്മാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രണ്ട് എങ്ങനെയുണ്ട്? ഫീൽ എങ്ങനെയുണ്ട്? ചാടി ന്യൂട്രലിട്ടോ അയ്യോ, ഇൻഡിക്കേറ്റർ കിടക്കുമോ? KTM Duke 890 LC 8C എഞ്ചിൻ. ഇവിടെ അതിൽ എഴുതിയിട്ടില്ല, ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. രക്ഷയില്ല. വീലിയായി വെയിറ്റ് കുറവാ. പവർ പക്ഷേ ഒരു 10-200 പവർ ഉണ്ടെന്ന് ഉറപ്പാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. നമുക്ക് അപ്പം നമ്മുടെ 890 ഡ്യൂക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. സീറ്റായിട്ടൊന്നും പ്രോബ്ലം ഇല്ല. ആ ഓക്കെ. ബൈക്ക് ചുമ്മാ അല്ല വീലി അടിക്കാനുള്ള ഒരു സ്കീമിൽ നിൽക്കുവാണ്. ബൈക്ക് ഇത്രയും നേരം റണ്ണിങ് ആയിരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല ഹീറ്റുണ്ട്. ഞാൻ എൻ്റെ വൈസർ ജസ്റ്റ് നടക്കുവാണ്. ബ്രേക്കിങ് പറയണ്ടല്ലോ, ഫ്രണ്ടിൽ ബ്രെംബോ ആണ് കിടക്കുന്നത്. ത്രോട്ടിൽ റെസ്പോൺസ് അത്യാവശ്യം ഒരു രക്ഷയില്ലാത്ത ത്രോട്ടിൽ റെസ്പോൺസാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ലീഡ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും കയറാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറച്ച് മിക്കവാറും ഇവിടെ നിന്നൊരു യൂ ടേൺ അടിക്കേണ്ടി വരും. യെസ്, പ്രോപ്പറായിട്ട് അൺലീഷ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും അതിൻ്റെ ഒരു അതല്ലേ, ജസ്റ്റ് ത്രോട്ടിൽ ജസ്റ്റ് ഒരു 10% കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ 390-യുടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓ, ഇതിൻ്റെ ഒരു എങ്ങനെ അത്യാവശ്യം എനിക്കൊരു നല്ലൊരു ന്യൂ ഇയർ സ്റ്റാർട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ബൈക്ക് 890 നല്ല നിമ്പിളാണ്. നമ്മുടെ 390 പോലെയൊക്കെ തന്നെ നിമ്പിളാണ്. വെയിറ്റ് നല്ല കുറവാണ്. ഇതാ നല്ല ഫ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു 890 അതെല്ലാം. പക്ഷേ ഹീറ്റിംഗ് ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഹീറ്റിംഗ്. സസ്പെൻഷൻ ഒരു രക്ഷയില്ല കാര്യം. നമ്മളെ എടുത്തോണ്ടങ്ങ് പോവാ. യൂട്ടേൺ എടുക്കാൻ പറഞ്ഞ്
ഒരു രക്ഷയില്ല കാര്യം നമ്മുടെ വീലി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസി അല്ല ടെൻഡൻസി വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോളൊക്കെ അവർ ഓൺ ചെയ്തിട്ടേക്കുന്നു. ടെസ്റ്റ് ഡ്രൈവ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓൺ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അവർ പേടിക്കേണ്ട. എന്നാലും നല്ലൊരു വീല്, ഞാൻ ത്രോട്ടിൽ കൊടുക്കുന്ന ടൈം വീല് ചെയ്യാൻ വേണ്ടി ബൈക്കിങ്ങനെ ചാടി നിൽക്കുക. ഓക്കെ, അറ്റൻഷൻ ഗ്രാബറാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എൻ്റെ മോനെ എന്താ നിമ്പിൾ സംഭവം, ഒരു രക്ഷയില്ല ഗൈസ്. ഇതിൻ്റെ നിമ്പിൾനെസ്സിന് കൊടുക്കണം ഇതിന് ഒരു 10 പോയിന്റ്. ഒരു കൈ ഹാൻസിൻ്റെയിലൂടെ കാണിച്ചിറക്കണം ഇത്, അല്ലെങ്കിൽ കേരള റോഡ്സും കൂടെ ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ഒരു കിടിലം സ്റ്റാർട്ട് വന്ന നമ്മുടെ 890ക്ക് ഒരു വലിയ താങ്ക്സ് ടു വൈറ്റില KTM. അങ്ങനെ നമുക്കൊരു മെഗാ സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂ ഇയർ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇയർ തന്നെ നമുക്ക് ചാനലിലും എനിക്കും കുറേയേറെ സൂപ്പർ ബൈക്സ് ഓട്ടിക്കാനും പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ വൈൻഡപ്പ് ചെയ്യണോ, കുറച്ചിട്ട് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഇനിയും ചിലപ്പം ബൈക്സൊക്കെ ഇവിടെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് 890 അഡ്വഞ്ചറാണ് അടുത്ത റൺ ചെയ്യാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ ബൈക്സ് എല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഇത് 1290 അടുത്ത റൈഡ് പോകുന്നുണ്ട്. അയ്യോ, ആ ഒരു അഡ്രിനൽ റഷ് പറയാൻ പറ്റുന്നില്ല. ഒരു കിടില അഡ്രിനൽ റഷാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 390 ഒക്കെ അവിടെ നിൽക്കട്ടെ. 390യുടെയൊക്കെ ഒരു ഡാഡി വൈബ്സൊക്കെ പറയാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് നമ്മുടെ ഈ 3090. ഏതാ ലുക്ക് നോക്കേ. ഓക്കെ ഗൈസ്, അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഈ ന്യൂ ഇയർ വ്ളോഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ. എന്തായാലും ഒരു പവർ പാക്ഡ് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന്. KTMൻ്റെ ഇന്ന് 890 1290 ഡ്യൂക്കും അഡ്വഞ്ചറും അല്ലാതെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ സുസുക്കിയുടെ GSXR 1000 ഉണ്ട്, കവാസാക്കി ZX10R ഉണ്ട്, ദ ഓൾഡ് വേർഷൻ വിച്ച് ഐ ലവ്. പുതിയ വേർഷനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മുടെ ഈ ഒരു വേർഷനാണ്. കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ വൺ ഓഫ് ദ മീറ്റർ കൺസോൾ ആയിരിക്കും. ഇവൻ തോന്നുന്നു മീറ്റർ കൺസോൾ നോക്കിയല്ല വണ്ടി ഓട്ടിക്കുന്ന കൂടിയിലും ഇതിൻ്റെ മീറ്റർ കൺസോളിൽ ആ റെഡ് ലൈനിങ്ങിൻ്റെ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കവാസാക്കി ZX10R, സുസുക്കിയുടെ GSX 1000, അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്നൊരു ബൈക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഡുക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ V4, ആ സിംഗിൾ സൈഡ് സ്വിങ് ആമൊക്കെ ഉള്ള ഇറ്റാലിയൻ ബ്യൂട്ടിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നിപ്പോൾ കാണുന്നത്. മോനെ ഈ വിങ്സൊക്കെ ഇത് എന്താ അഗ്രസീവ് ലുക്കാണ് ഫ്രണ്ട് ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ്, ബ്രെംപോയുടെ ബ്രേക്സ്, ഒരു രക്ഷയില്ല. എന്തായാലും ഒരു പവർ പാക്ഡ് വീഡിയോ തന്നെ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ദിവസം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അതിന് ഒരു ഹെൽപ്ഫുള്ളായ നമ്മുടെ KTM വൈറ്റിലേക്ക് ഒരു വലിയ ഷൗട്ടോ ഒന്നും കൊടുക്കാറായിട്ടില്ല. എന്തായാലും ഒരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട് ഒരു KTMൻ്റെ വൈറ്റില ഷോറൂമിലോട്ട്. ഇത്രയും ബൈക്സിൽ നിന്ന് ഒരു കുടക്കീഴിൽ കാണാനും, പിന്നെ നമുക്കവിടെ ആഫ്രിക്ക ടീനൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു, അവിടെ ഒരു ആഫ്രിക്ക ടീനൂടെ ഉണ്ട്. ഇതെല്ലാം ഇന്ന് കാണാൻ പറ്റിയതിൽ സന്തോഷം. പിന്നെ 890 ഓടിച്ച് നമ്മുടെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം സന്തോഷം. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.